വയറ്റിന് ഒറ്റ തുള്ളി പോലും സ്ഥലമില്ല. എല്ലാം നിറഞ്ഞ് ബലൂൺ പോലെ ഇരിക്കുക. കാറ്റൂരി വിടട്ടെ. കാറ്റൂരി ബലൂണല്ല, എന്റെ വയറാ. ഇന്നെങ്കിലും അവളോട് പറയണം. അവളെ ഞാനാണോ പ്രേമിക്കുന്നത് അതോ നീയാണോ? ഞാൻ. നീയല്ലേ ഇത്രയും കാലമായിട്ട് പറഞ്ഞോടാ. പറയാടാ, ഞാനേ കൊറേ നാളായിട്ട് പുറകെ നടക്കുക. അവളാണെങ്കിൽ മൈൻഡ് ചെയ്യാൻ പോലും ഇല്ലെന്ന്. പുറകെ നടന്നതിന് അവളെങ്ങനെ കാണും? അവക്കെന്താ പുറകെ കണ്ണുണ്ട്? മുന്നിൽ കയറി നടന്നാലല്ലേ അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ എങ്ങനെ പറയും? ആചാരപരമായിട്ട് പെണ്ണുങ്ങളെ പുറകെ നടക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ പുറകെ നടന്നല്ലേ ശരിയാവും. എടാ, നീ ലാലോട്ടം പ്രപ്പോസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഗാഥ ഐ ലവ് യു എന്ന് പറയുന്ന പോലെ. അതിന് അവളെ പേര് ഗാഥ എന്നല്ല, അഞ്ജു എന്നാണ്. എടാ, ഞാനൊരു ഇത് പറഞ്ഞാണ്. അതായത് വന്ദന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ പറയത്തില്ലേ, എന്നോട് പറ ഐ ലവ് യു എന്ന്. അതുപോലെ തെങ്കാശി പട്ടണ സിനിമയ്ക്കകത്ത് ദിലീപേട്ടൻ പറയത്തില്ലേ, എന്നോട് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാ ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. നീ അതുപോലെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ പറയല്ലോ. നിനക്കൊരു ഭാവം ഇല്ലല്ലോടാ. അയ്യോ, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവളെ നവരസം പഠിപ്പിക്കാൻ പോവല്ലേ? ഭാവം ഉണ്ടാകാ. പിന്നെ എടാ, നീ എന്തിനാണ് ഈ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്? കല്യാണം കഴിക്കാത്തവരെ വിഷമം നിനക്ക് അറിഞ്ഞാനിട്ടാണ്. PSC പരീക്ഷയ്ക്ക് പോലും കാണത്തില്ല ഇത്രയും ചോദ്യങ്ങളും. എന്താ നീ കല്യാണം കഴിക്കാത്തത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? അതോ നിന്നെ സ്നേഹിച്ചപ്പോൾ തേച്ചിട്ട് പോയോ? അങ്ങനെ എന്തോരം ചോദ്യങ്ങളൊന്നും അറിയാവൂ. അവർക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ പ്രണയിച്ച് എന്നെ കെട്ടെന്ന് തീരുമാനിച്ചത്. എടാ, എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തോന്ന്? കോലം കെട്ടണം. ആര് കോലം കെട്ടും? ഞാൻ കോലം കെട്ടും. അതിനി പ്രത്യേകിച്ച് കെട്ടാൻ എന്തോ ഇരിക്കും. അവനെ ഒരു പേക്കോലം. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവട്ടതാ. അതായത് നീ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കള്ളനെ പോലെ വന്ന് അവിടെ മാല തട്ടിപ്പറിക്കുന്നു, ഓടുന്നു, നീ എന്നെ പിടിക്കുന്നു, അവക്ക് മാല തിരിച്ചു കൊടുക്കുന്നു, അവൾ ഇംപ്രസ് ആവുന്നു, നിങ്ങൾ എൻട്രി സെറ്റ് ആകുന്നു. അപ്പൊ ഞാൻ പോയി പ്രോപ്പർട്ടി എടുത്തോണ്ട് നീ അവളോട് സംസാരിച്ചിരുന്നോ? ഞാൻ സൊല്ലിക്കോണ്ട് നിൽക്കും. നീ വരണം കേട്ടോ. കുറച്ച് സമയം വരും. വർക്കാവോ? അതെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജു. ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയേണ്ടത് മാന്യതയാണ്. മാന്യന്മാരടുത്ത് പറഞ്ഞാ പോരെ ഗുഡ് മോർണിംഗ്? അപ്പൊ അഞ്ജു പറയുന്നത് ഞാനൊരു മാന്യനില്ലെന്നാണോ? ഞാൻ പറയണതിന് മുമ്പ് തന്നെ സത്യം മനസ്സിലാക്കൂന്നാണ് വിചാരിച്ചത്. പിന്നെ അത് എന്നെ കൊണ്ട് എന്നെ പറയിപ്പിച്ച്. അങ്ങനെ പറയരുത്. എന്റെ ജാതകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് മാന്യനല്ലെന്നാ? അയ്യോ, അതല്ലെന്ന്. ഞാൻ പ്രണയിച്ചേ കെട്ടോളന്ന്. പ്രമേയിച്ചേ കെട്ടുവെന്നല്ല, പ്രണയിച്ചാ കിട്ടുമെന്നായിരിക്കും. അങ്ങനെ പറയരുത് അഞ്ജു. എനിക്ക് നീ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഈ വേട്ടവളിന് പറഞ്ഞാലും മനസ്സിലാവും. എടോ, എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. എന്തോത്തിനിങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് വയ്ക്കുന്നത്? അല്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ അങ്ങ് ഹസ്ബൻഡ് ആയിട്ട് അങ്ങ് സങ്കല്പിച്ചാ പോരെ. കഴിഞ്ഞില്ല പ്രശ്നം. അപ്പൊ കഴിഞ്ഞില്ല എല്ലാ പ്രശ്നം കഴിഞ്ഞില്ല. എടോ, താൻ എന്റെ പുറകെ നടക്കുന്ന കാര്യം എങ്ങാനും എന്റെ വീട്ടുകാരറിഞ്ഞ അപ്പൊ നമ്മുടെ കല്യാണം നടക്കില്ലേ? കല്യാണം നടക്കൂല. തന്റെ വീടിന്റെ ഭിത്തിയിൽ ആണി അടിക്കും. അതെന്തിനി? തന്റെ ഫോട്ടോ തൂക്കി മാലയിടാൻ. അതെന്തിനി? എടോ, തന്നെ കൊല്ലുവന്ന്. അയ്യോ, എന്നെ കൊന്ന ഞാൻ പ്രേതമായിട്ട് വരുവേ അഞ്ജുവിന്റെ കൂടെ. താൻ പ്രേതമല്ല, ബാധ, ഒഴിയാ ബാധ. കുറെ കാലം കൊണ്ട് എന്റെ കൂടെ നടക്കണം. എനിക്കാണെങ്കിൽ ഇയാളെ ഇഷ്ടവുമല്ല. എന്തോ ചെയ്താ ഇവള് വളയും. അവൻ പറഞ്ഞ കാര്യം എന്തോ ഓർമ്മ വരുന്നു എനിക്ക്. എടാ, ലാലേട്ടൻ റൊമാൻസ് ചെയ്തില്ലേ, അതുപോലെ ചെയ്യണം. കുട്ടാപ്പി പറഞ്ഞ ഐഡിയ അതിൽ തന്നെ അങ്ങ് പഠിക്കാം. തനിക്ക് വയ്യേ? ആനിയുടെ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിച്ചൂടെ മാഗി? തനിക്ക് എന്തരടാ വെറേൽ പനിയാ? പൊക്കോടാ എന്റെ മമ്മി. അപ്പൊ മോഹൻലാൽ ചീറ്റിയ സ്ഥിതിക്ക് ദിലീപ് ഏട്ടനെ പിടിക്കാം. അതെ, 2 വർഷമായി തന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മതി. കുഴപ്പമില്ല, ഇഷ്ടമല്ലെന്ന് പറ. ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. ഇവിടെ തനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇഷ്ടമാണെന്ന് പറയണം. ഒറ്റ കീറി ഞാൻ വെച്ചേക്കില്ല. സോറി. പറ്റിയ സമയം മാല മുട്ടിക്കാനും. അയ്യോ, എന്റെ മാല. കള്ളൻ. ഞാൻ കള്ളനൊന്നും ഞാൻ പറഞ്ഞത്. എന്റെ മാല ഒരു കള്ള എടുത്തോണ്ട് പോയി. എങ്ങനെയാന്ന് വാങ്ങിച്ച
ഞാൻ നിന്റെ ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ആലോചിക്കണം. മര്യാദക്ക് എന്റെ മാല എടുത്താ. അഞ്ജുവിന് എന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ എനിക്ക് അഞ്ജുവിന് ഇഷ്ടമാണ്. കഥാപ്രസംഗം നടത്താതെ ഒന്ന് വാങ്ങിച്ചു തരുമോ? അങ്ങനാണെങ്കിൽ എന്റെ മാല കട്ടുണ്ട്. എന്റെ മാല ഇത്രയും തല്ലിട്ടിട്ട് അങ്ങ് കണ്ണടച്ചടന്ന് ഉറങ്ങി. എരിയടാ ഉറങ്ങിയതല്ല, മരിച്ചത് പോലെ അഭിനയിച്ചതാ. എന്നോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോടാ. ഞാൻ പോലും അറിഞ്ഞില്ലടാ ഇവള് കരോട്ടയാണത്. എടാ സിമേഷേ, അയ്യോ ഞാൻ പറയാൻ പറ്റില്ല, തല്ലിപ്പെടുത്തില്ല പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ വെറുതെ വിളിച്ച പാവം പറയാൻ വന്നു. അല്ല എനിക്കൊരു ആപത്ത് വന്നപ്പം എന്നെ രക്ഷിക്കാൻ വന്നതിനെ നന്ദി. പിന്നെ ആ ഇഷ്ടത്തിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നാളെ പറയാം. അപ്പൊ ചെറിയ ചാൻസ് ഉണ്ടല്ലേ? ചെറുതായിട്ട്. സന്തോഷം കൊണ്ട് നമ്മളെ പ്ലാൻ സക്സസ് ആയി. ഇങ്ങോട്ട് പാടാ. നിനക്കെന്താ ഒരു ഉഷാറില്ലാത്തത്? നീ എനിക്ക് ഉഷാറുണ്ടാക്കി തരാൻ ബൂസ്റ്റ് അല്ലയോടാ മേടിച്ചു തന്നത്. നല്ല അടിയല്ലോടാ എനിക്ക് നീ തന്നത്. കുഴപ്പമില്ലടാ, നമുക്ക് നാളെ അവളെ വീട്ടിലോട്ട് അങ്ങ് പോവാം. ഞാനൊന്നും വരുന്നില്ല. ഈ നൻപന് 2 ആഴ്ചത്തേക്ക് വരുത്തില്ല. നൻപന് നൻപകൾ നേരത്തേക്ക് മയക്ക്. അതെന്താ അങ്ങനെ? ഇത്രയും അടി കൊണ്ടത് നീ കണ്ടില്ലേടാ ഞാനിവിടെ കിടന്ന്. അപ്പൊ ഞാനും കൂടെ കിടക്കാം.